ഇക്കിഗായ്, ചെറുപ്പമായി തുടരാനുള്ള കല. ദ ആർട്ട് ഓഫ് സ്റ്റേയിങ് യങ് വൈൽ ഗ്രോയിങ് ഓൾഡ്. മനുഷ്യൻ വൃദ്ധനാകുന്നത് ശരീരം കൊണ്ടു മാത്രമല്ല, മനസ്സ് തളരുമ്പോഴാണ് യഥാർത്ഥ വാർദ്ധക്യം ആരംഭിക്കുന്നത്. ഈ ശക്തമായ ആശയമാണ് ഇക്കിഗായ് എന്ന പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്. ജപ്പാനിലെ ഒക്കിനാവ ദ്വീപിൽ 100 വയസ്സ് പിന്നിട്ട അനേകം ആളുകൾ എങ്ങനെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ജീവിക്കുന്നു എന്നതാണ് എഴുത്തുകാർ അന്വേഷിക്കുന്നത്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യമാണ് ഇക്കിഗായ്. ഇക്കിഗായ് എന്നത് ഒരു വലിയ ലക്ഷ്യം മാത്രമല്ല, ജീവിതത്തിൽ നമുക്ക് ഓരോ ദിവസവും കാര്യങ്ങൾ ചെയ്യാൻ ഒരു കാരണം ഉണ്ടാകുക, അതാണ് ഇക്കിഗായ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്നും ജീവിക്കണം എന്ന് മനസ്സ് പറയുന്നുവെങ്കിൽ അവിടെയാണ് ഇക്കിഗായ് ആരംഭിക്കുന്നത്. വാർദ്ധക്യം ഒരു പ്രായമല്ല, അത് ഒരു മനോഭാവമാണ്. ഒക്കിനാവയിലെ മുതിർന്നവർ പ്രായത്തെ ഒരു ഭാരം പോലെ കണക്കാക്കുന്നില്ല. അവർ തങ്ങളെ ഉപയോഗമുള്ളവരായി കാണുന്നു. ദിവസവും ചെറിയ ജോലികൾ ചെയ്യുന്നു. സമൂഹത്തോടും കുടുംബത്തോടും ചേർന്നാണ് അവർ ജീവിക്കുന്നത്. ഇനി ഒന്നും ചെയ്യാനില്ല എന്ന ചിന്തയാണ് മനുഷ്യനെ വേഗത്തിൽ വൃദ്ധനാക്കുന്നത്. എന്നാൽ എനിക്ക് ഇന്നും ചെയ്യാനുണ്ട് എന്ന ബോധം ശരീരത്തിനും മനസ്സിനും പുതുജീവൻ നൽകുന്നു. ഇക്കിഗായ് ഉണ്ടെങ്കിൽ റിട്ടയർമെന്റ് ഇല്ല. പല പാശ്ചാത്യ രാജ്യങ്ങളിലും റിട്ടയർമെന്റ് എന്നത് ജീവിതത്തിന്റെ അവസാന ഘട്ടമായി കാണപ്പെടുന്നു. എന്നാൽ ഒക്കിനാവയിൽ റിട്ടയർമെന്റ് എന്ന ആശയം തന്നെ ഇല്ല. അവിടെ ആളുകൾ ജോലി നിർത്തുന്നില്ല. അവർക്ക് സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങൾ മാത്രം തുടരും. കൃഷി, പാചകം, കുട്ടികളെ പഠിപ്പിക്കൽ, കല, സംഗീതം, കൈത്തറി, അങ്ങനെ ഇവയൊക്കെ അവരുടെ ഇക്കിഗായ് ആണ്. അവർ പണത്തിനു വേണ്ടിയല്ല, ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകാനാണ് ജോലി ചെയ്യുന്നത്. മനസ്സിനെ സജീവമായി നിലനിർത്തുക എന്നതാണ് അവരുടെ ഉദ്ദേശം. മനസ്സ് സജീവമായാൽ ശരീരം സ്വാഭാവികമായി ആരോഗ്യമുള്ളതാകും. ഒക്കിനാവയിലെ മുതിർന്നവർ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. ഒരിക്കലും എനിക്ക് പ്രായമായി എന്നവർ പറയുന്നില്ല. ചെറിയ വെല്ലുവിളികളെ പോലും അവർ ആസ്വദിക്കുന്നു. മനസ്സ് വെല്ലുവിളികളെ സ്വീകരിക്കുമ്പോൾ തലച്ചോർ യുവത്വം നിലനിർത്തുന്നു. ഇതാണ് ഇക്കിഗായുടെ ശക്തി. ഇക്കിഗായ് ഒരു വലിയ സ്വപ്നം ആകണമെന്നില്ല. ചെറിയ സന്തോഷങ്ങൾ പോലും ഇക്കിഗായ് ആകാം. രാവിലെ ചായ കുടിക്കുന്നത്, പൂന്തോട്ടത്തിൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത്, സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നത്, കൊച്ചുമക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നത്. ഇത്തരം ചെറിയ കാര്യങ്ങളാണ് മനുഷ്യനെ ജീവിതത്തോട് ബന്ധിപ്പിച്ചു നിർത്തുന്നത്. മാനസിക സമ്മർദ്ദം കുറയുമ്പോൾ പ്രായവും കുറയും. അമിത സമ്മർദ്ദത്തിന്റെ ദോഷങ്ങൾ. അമിത സമ്മർദ്ദം ശരീരത്തെ വേഗത്തിൽ ക്ഷീണിപ്പിക്കുന്നു. രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുന്നു. മനസ്സിനെ തളർത്തുന്നു. ഒക്കിനാവയിലെ ആളുകൾ ജീവിതത്തെ വളരെ ലളിതമായി കാണുന്നു. അവർ പ്രശ്നങ്ങളെ ജീവിതത്തിന്റെ ഭാഗമായാണ് സ്വീകരിക്കുന്നത്. ഈ സമീപനമാണ് അവരെ ദീർഘായുസ്സിലേക്ക് നയിക്കുന്നത്. ഇക്കിഗായ് എന്നത് ദീർഘായുസ്സിന്റെ അടിസ്ഥാനമായാണ് അവർ കരുതുന്നത്. ഇക്കിഗായ് ഇല്ലെങ്കിൽ ദീർഘായുസ്സിന് അർത്ഥമില്ല. ഇക്കിഗായ് ഉണ്ടെങ്കിൽ പ്രായം ഒരു സംഖ്യ മാത്രമാണ്. ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കാൻ ഉത്സാഹമുണ്ടാകും. ശരീരം സ്വാഭാവികമായി സജീവമാകും. മനസ്സ് സന്തോഷത്തോടെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഇക്കിഗായ് മനുഷ്യനെ ചെറുപ്പമായി തുടരാൻ സഹായിക്കുന്നു. ഈ ഭാഗത്തിലെ പ്രധാന ആശയങ്ങൾ: വാർദ്ധക്യം ഒരു പ്രായമല്ല, ഒരു മനോഭാവമാണ്. ഇക്കിഗായ് ഉണ്ടെങ്കിൽ ജീവിതത്തിന് ഊർജമുണ്ട്. ചെറു സന്തോഷങ്ങൾ പോലും ഇക്കിഗായ് ആകാം. ലക്ഷ്യമുള്ള ജീവിതമാണ് ദീർഘായുസ്സിന്റെ രഹസ്യം. എനിക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന ചിന്തയാണ് യുവത്വം. ആന്റി ഏജിംഗ് സീക്രട്സ്. ദീർഘവും സന്തോഷകരവുമായ ജീവിതത്തിനുള്ള ചെറിയ ശീലങ്ങൾ. മനുഷ്യന് വേഗത്തിൽ പ്രായമേറാൻ കാരണമാകുന്നത് എന്താണ്? ഉത്തരം വ്യക്തമാണ്: തെറ്റായ ശീലങ്ങൾ, അമിത സമ്മർദ്ദം, അർത്ഥമില്ലാത്ത ജീവിതം. ഒക്കിനാവയിലെ 100 വയസ്സുകാരുടെ ജീവിതം പഠിച്ച എഴുത്തുകാർ കണ്ടെത്തുന്നത് ദീർഘായുസ്സിന് വലിയ രഹസ്യങ്ങളൊന്നുമില്ല എന്നതാണ്. ചെറിയ സ്ഥിരമായ ശീലങ്ങളാണ് മനുഷ്യനെ യുവത്വത്തോടെ നിലനിർത്തുന്നത്. ആന്റി ഏജിംഗ് എന്നത് ഒരിക്കലും പുറമേയുള്ള സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന കോസ്മെറ്റിക് അല്ല, അതൊരു ജീവിത രീതിയാണ്. പലരും ആന്റി ഏജിംഗ് എന്ന് കേൾക്കുമ്പോൾ ക്രീമുകൾ, മരുന്നുകൾ, ചെലവേറിയ ചികിത്സകൾ എന്നിവയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. യഥാർത്ഥ ആന്റി ഏജിംഗ് ശരീരത്തിലല്ല, ജീവിതശൈലിയിലാണ്.
ഒക്കിനാവയിലെ ആളുകൾ സ്വാഭാവികമായി ജീവിക്കുന്നു, ശരീരത്തോട് സൗഹൃദത്തോടെ പെരുമാറുന്നു, മനസ്സിനെ ശാന്തമായി നിലനിർത്തുന്നു. ഇതാണ് അവരുടെ യഥാർത്ഥ ആന്റി ഏജിംഗ് രഹസ്യം. ഹരഹ ചിബു 80% മാത്രം തൃപ്തി. വയറു നിറഞ്ഞതായി തോന്നുന്നതിനു മുൻപ് ഭക്ഷണം നിർത്തുക. ഏകദേശം 80% മാത്രം തൃപ്തിയാകുമ്പോൾ. ഒക്കിനാവയിലെ ആളുകൾ അമിത ഭക്ഷണം കഴിക്കുന്നില്ല. ഭക്ഷണം ഒരു ആസ്വാദനമായി കാണുന്നു. പതുക്കെ ശ്രദ്ധയോടെ ഭക്ഷണം കഴിക്കുന്നു. ഇത് ദഹനം മെച്ചപ്പെടുത്തുന്നു, ശരീരഭാരം നിയന്ത്രിക്കുന്നു, രോഗസാധ്യത കുറയ്ക്കുന്നു. അമിത ഭക്ഷണം ശരീരത്തെ വേഗത്തിൽ ക്ഷീണിപ്പിക്കുന്നു. സമ്മർദ്ദം എന്നത് ഏറ്റവും വലിയ ഏജിംഗ് ഫാക്ടറാണ്. ഇവിടെ സമ്മർദ്ദത്തെ മന്ദഗതിയിലുള്ള വിഷം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അമിത സമ്മർദ്ദം ഹൃദ്രോഗം, പ്രമേഹം, മാനസിക തളർച്ച, ഉറക്കക്കുറവ് എന്നിവയ്ക്ക് കാരണമാകുന്നു. ഒക്കിനാവയിലെ ആളുകൾ സമ്മർദ്ദത്തെ നേരിടുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. പ്രശ്നങ്ങളെ ജീവിതത്തിന്റെ ഭാഗമെന്ന പോലെ സ്വീകരിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും അവർ വലിയ ഗൗരവമുള്ള രീതിയിൽ പ്രതികരിക്കുന്നില്ല. ചിരിയും സൗഹൃദവും സമ്മർദ്ദം കുറയ്ക്കാനുള്ള മരുന്നുകളാണെന്ന് അവർ കരുതുന്നു. സമ്മർദ്ദം കുറച്ചാൽ പ്രായവും സ്വാഭാവികമായി കുറയും. ചെറിയ സന്തോഷങ്ങളുടെ ശക്തി. ജോയ് ഈസ് ക്യുമുലേറ്റീവ്. സന്തോഷം പല കാര്യങ്ങളും കൂടിച്ചേർന്ന ഒന്നാണ്. ഒരു നല്ല സംഭാഷണം, പ്രകൃതിയിൽ സമയം ചെലവഴിക്കൽ, പ്രിയപ്പെട്ട ഒരു ജോലി, നന്ദിയോടെ ഒരു ദിവസം അവസാനിപ്പിക്കൽ, ഇവയൊക്കെ മനസ്സിനെ ശാന്തമാക്കുന്നു. ശാന്തമായ മനസ്സിലാണ് ആരോഗ്യമുള്ള ശരീരം നിലനിൽക്കുന്നത്. സജീവമായ ജീവിതം തുടരുക. എക്സർസൈസ് എന്ന പേര് വേണ്ട. ഒക്കിനാവയിലെ ആളുകൾ ജിമ്മിൽ പോകാറില്ല. എന്നാൽ അവർ നടക്കുന്നു, കൃഷി ചെയ്യുന്നു, വീട്ടുപണികളിൽ സജീവമായി പങ്കെടുക്കുന്നു, ദിവസവും ശരീരം ചലിപ്പിക്കുന്നു. ശരീരത്തിന് ചലനം കിട്ടുമ്പോൾ രക്തചംക്രമണം മെച്ചപ്പെടും, പേശികൾ ശക്തമാകും, മനസ്സും ഉണരും. സജീവവും ചലിക്കുന്നതുമായ ശരീരം നമ്മുടെ ചെറുപ്പം നിലനിർത്തുന്നു. സുഹൃത്തുക്കളും സമൂഹവും. ഒക്കിനാവയിലെ ദീർഘായുസ്സുള്ളവരുടെ മറ്റൊരു രഹസ്യം സാമൂഹിക ബന്ധങ്ങളാണ്. അവർ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്. കൂട്ടായ്മകളിൽ പങ്കുചേരുന്നു, പരസ്പരം പിന്തുണയ്ക്കുന്നു. ഒറ്റപ്പെടൽ മനുഷ്യനെ മാനസികമായി തളർത്തുന്നു, രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നു. സൗഹൃദം ഒരു ആന്റി ഏജിംഗ് മെഡിസിൻ തന്നെയാണ്. നാച്ചുറൽ ലൈഫ്, സ്ലോ ലൈഫ്. പ്രകൃതിയോടിണങ്ങിയ ജീവിതം, തിരക്കില്ലാത്ത ജീവിതം. ഒക്കിനാവയിലെ ആളുകൾ തിരക്കു പിടിച്ച ജീവിതശൈലിയല്ല പിന്തുടരുന്നത്. ഓരോ നിമിഷവും അനുഭവിക്കുന്നു. ജീവിതത്തെ ഒരു മത്സരമായി അവർ കാണുന്നില്ല. പതുക്കെ ജീവിച്ചാൽ ജീവിതം ദീർഘമാകും എന്നവർ വിശ്വസിക്കുന്നു. ദീർഘായുസിന്റെ രഹസ്യം വലിയ മാറ്റങ്ങളിലല്ല, ദൈനംദിന ജീവിതത്തിലെ ചെറിയ ശീലങ്ങളിലാണ്. ഇക്കിഗായുള്ള ജീവിതം മാനസിക സമ്മർദ്ദത്തെ കുറയ്ക്കുന്നു, ശരീരത്തെ സംരക്ഷിക്കുന്നു, മനസ്സിനെ സന്തോഷത്തോടെ നിലനിർത്തുന്നു. ഈ ഭാഗത്തിലെ പ്രധാന ആശയങ്ങൾ: ആന്റി ഏജിംഗ് ഒരു ലൈഫ് സ്റ്റൈലാണ്. 80% മാത്രം ഭക്ഷണം കഴിക്കുക. സമ്മർദ്ദം കുറച്ചാൽ പ്രായം കുറയും. ചെറിയ സന്തോഷങ്ങൾ ദീർഘായുസ്സിന് വഴിയൊരുക്കും. സാമൂഹിക ബന്ധങ്ങൾ ആരോഗ്യം വർദ്ധിപ്പിക്കും. ജീവിത ലക്ഷ്യം കണ്ടെത്തുക. ഫ്രം ലോഗോതെറാപ്പി ടു ഇക്കിഗായ്. ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും ചിലർ എന്തുകൊണ്ട് ശൂന്യത അനുഭവിക്കുന്നു? ഉത്തരം വളരെ ആഴത്തിലുള്ളതാണ്. ജീവിതത്തിന് അർത്ഥം നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ മാനസികമായി തകരുന്നത്. വിക്ടർ ഫ്രാങ്കൽ എന്ന മനഃശാസ്ത്രജ്ഞന്റെ ലോഗോതെറാപ്പി എന്ന ആശയത്തെ ഇക്കിഗായിയുമായി ബന്ധിപ്പിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ലോഗോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിന് ഒരു അർത്ഥം വേണമെന്നതാണ്. വിക്ടർ ഫ്രാങ്കൽ ഒരു നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെട്ടു വന്നയാളാണ്. അദ്ദേഹം അത്യന്തം കഠിനമായ സാഹചര്യങ്ങളിലും ജീവൻ നിലനിർത്തിയ മനുഷ്യരുടെ മനസ്സ് പഠിച്ചു. അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ അതീവ ശക്തമായിരുന്നു. മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് സന്തോഷമല്ല, ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന ബോധമാണ്. വേദന, ദുഃഖം, നഷ്ടം ഇവയെല്ലാം സഹിക്കാൻ മനുഷ്യനെ സഹായിക്കുന്നത് എനിക്ക് ജീവിക്കാൻ ഒരു കാരണമുണ്ട് എന്ന ചിന്തയാണ്. ഇതാണ് ലോഗോതെറാപ്പിയുടെ അടിസ്ഥാനം. ഇതുതന്നെയാണ് ഇക്കിഗായിയുടെ ആത്മാവ്. ഇക്കിഗായ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വലിയ ലക്ഷ്യം മാത്രമല്ല. പലരും ജീവിത ലക്ഷ്യം എന്ന് പറയുമ്പോൾ നല്ല ജോലി അല്ലെങ്കിൽ കരിയർ, വലിയ വിജയങ്ങൾ, പണം, പ്രശസ്തി ഇവയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഇക്കിഗായ് ഒരു വലിയ ലക്ഷ്യമായിരിക്കണമെന്നില്ല. കുട്ടികളെ വളർത്തുക, രോഗികളെ പരിചരിക്കുക, ഒരു കല പൂർണ്ണതയോടെ ചെയ്യുക, സമൂഹത്തിന് ചെറിയ സംഭാവന നൽകുക, ഇവയൊക്കെ ഒരാളുടെ ഇക്കിഗായ് ആകാം. വലിപ്പം പ്രധാനമല്ല, ചെയ്യുന്ന കാര്യത്തിന്റെ അർത്ഥമാണ് പ്രധാനം.
ജീവിതത്തിന്റെ അർത്ഥശൂന്യതയാണ് ആധുനിക മനുഷ്യനെ ബാധിച്ച ഏറ്റവും വലിയ രോഗം. എക്സിസ്റ്റൻഷ്യൽ വാക്വം എന്ന ആശയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാം ഉണ്ടായിട്ടും സംതൃപ്തിയില്ല. ദിവസങ്ങൾ യാന്ത്രികമായി കടന്നുപോകുന്നു. ജീവിതത്തിന് ദിശയില്ലെന്ന് തോന്നുന്നു. ഇതാണ് ആധുനിക മനുഷ്യന്റെ വലിയ പ്രശ്നം. ഇക്കിഗായ് ഇല്ലാത്ത ജീവിതം വിഷാദം, ഉത്കണ്ഠ, ആസക്തി, ബേൺ ഔട്ട്, അതായത് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ഇവയ്ക്കെല്ലാം കാരണമാകുന്നു. ഇക്കിഗായ് ശൂന്യതയെ മൂല്യങ്ങളിലേക്ക് മാറ്റുന്നു. ഇക്കിഗായ് കണ്ടെത്താനുള്ള ആത്മപരിശോധന. നമ്മൾ ഇക്കിഗായ് കണ്ടെത്തുന്നത് പുറമേ നിന്നല്ല, അത് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നടത്തുന്ന യാത്രയാണ്. സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. എനിക്ക് സമയത്തെക്കുറിച്ചുള്ള ധാരണ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്നെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നത് എപ്പോഴാണ്? എനിക്ക് മനസ്സിന് സമാധാനം നൽകുന്ന പ്രവർത്തനം ഏത്? പണം ലഭിച്ചില്ലെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറുള്ള കാര്യം എന്താണ്? ഈ ചോദ്യങ്ങളാണ് ഇക്കിഗായിലേക്കുള്ള വഴി തുറക്കുന്നത്. വേദനയും ഇക്കിഗായും. ജീവിതത്തിലെ വേദനയെ നിഷേധിക്കുകയല്ല, പകരം അത് ഒരു സത്യമാണെന്ന് മനസ്സിലാക്കി സ്വീകരിക്കുന്നു. വേദന ഒഴിവാക്കാൻ കഴിയില്ല, പക്ഷെ അത് അർത്ഥപൂർണമാക്കാം. ഇക്കിഗായ് ഉണ്ടെങ്കിൽ വേദന സഹിക്കാവുന്നതാകും. പരാജയം നഷ്ടമാകും, നഷ്ടം വളർച്ചയാകും. വേദന തന്നെ ഇക്കിഗായുടെ ഭാഗമാകാം. ഇക്കിഗായ് ജീവിത ലക്ഷ്യത്തെ ഒരു ഉത്തരവാദിത്തമായി കാണുന്നു. ജീവിതം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇക്കിഗായ്. ജീവിതം എന്നിൽ നിന്ന് എന്തു പ്രതീക്ഷിക്കുന്നു? ആ ചോദ്യത്തിന് ഉത്തരമാകുന്ന പ്രവർത്തനമാണ് ഇക്കിഗായ്. ഇക്കിഗായ് സ്വാർത്ഥതയല്ല, അത് സമൂഹത്തോട് ബന്ധപ്പെട്ടു കിടക്കുന്നു. ചെറിയ ഉത്തരവാദിത്വങ്ങൾ വഴി ജീവിതത്തിന് വലിയ അർത്ഥമുണ്ടാകുന്നു. ഒക്കിനാവയിലെ മുതിർന്നവർ ദിവസവും ചെയ്യേണ്ട ചെറിയ ഉത്തരവാദിത്തങ്ങൾ സ്വീകരിക്കുന്നു. എന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന ബോധത്തോടെ ജീവിക്കുന്നു. ഒരു ചെറിയ ഉത്തരവാദിത്തം പോലും ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാക്കുന്നു എന്ന് സ്വയം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ജീവിതത്തെ ദൃഢമാക്കുന്നു. ഇക്കിഗായ് എന്നത് ദിവസേന ജീവിക്കാൻ ഒരു കാരണം തന്നെയാണ്. ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുകയല്ല, നമ്മൾ തന്നെ അത് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇക്കിഗായ് മനുഷ്യനെ തളരാതെ നിലനിർത്തുന്നു, ദുഃഖത്തിലും അർത്ഥം കണ്ടെത്താൻ സഹായിക്കുന്നു, ജീവിതത്തെ ഒരു ഭാരമായല്ല ഒരു ദൗത്യമായി കാണുന്നു. ഈ ഭാഗത്തിലെ പ്രധാന ആശയങ്ങൾ: മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ജീവിതത്തിന്റെ അർത്ഥമാണ്. ഇക്കിഗായ് വലിയ ലക്ഷ്യമായിരിക്കണമെന്നില്ല. ജീവിതശൂന്യത ഇക്കിഗായ് കൊണ്ട് പൂരിപ്പിക്കാം. വേദനയ്ക്കും അർത്ഥം നൽകാം. ഇക്കിഗായ് എന്നത് ഒരു ഉത്തരവാദിത്തമാണ്. ഫ്ലോ. ജോലിയും ജീവിതവും ഒരുമിച്ച് സന്തോഷമാകുന്ന അവസ്ഥ. മനുഷ്യ ജീവിതത്തിലെ ഒരു അതിശയകരമായ അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഫ്ലോ. നാം ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൽ പൂർണ്ണമായും ലയിച്ചു പോകുന്ന അവസ്ഥയാണിത്. സമയം കടന്നു പോകുന്നത് പോലും അറിയാതെ മനസ്സും ശരീരവും ഒരേ ദിശയിൽ പ്രവർത്തിക്കുന്ന നിമിഷങ്ങൾ. എഴുത്തുകാർ പറയുന്നത് ഇക്കിഗായ് അനുഭവപ്പെടുന്ന നിമിഷങ്ങളാണ് ഫ്ലോ. ഫ്ലോ എന്നത് എന്താണ്? ഫ്ലോ എന്ന ആശയം മനഃശാസ്ത്രജ്ഞനായ മിഹായ് ചിക്സെൻമിഹായ് അവതരിപ്പിച്ചതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഫ്ലോ എന്നത് ഒരു പ്രവർത്തനത്തിൽ പൂർണ്ണമായ ശ്രദ്ധയും സന്തോഷവും ഒരുമിച്ച് അനുഭവപ്പെടുന്ന അവസ്ഥയാണ്. ഫ്ലോ അവസ്ഥയിൽ സമയം വേഗത്തിൽ കടന്നു പോകുന്നത് പോലെ തോന്നും. ക്ഷീണം അനുഭവപ്പെടില്ല. പുറംലോക ചിന്തകൾ ഇല്ലാതാകും. ജോലി തന്നെ ആസ്വാദനമാകും. ഫ്ലോ ഉണ്ടെങ്കിൽ ജോലി ഒരു ഭാരമായി തോന്നില്ല. ജോലി തന്നെയാണ് സന്തോഷം. ഇക്കിഗായ് ഉണ്ടെങ്കിൽ ഫ്ലോ സ്വാഭാവികമായി ഉണ്ടാകും. നമുക്ക് അർത്ഥപൂർണമായി തോന്നുന്നതും ഇഷ്ടമുള്ളതുമായ ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധ സ്വയം കേന്ദ്രീകരിക്കും. മനസ്സ് ശാന്തമാകും. ഉള്ളിൽ സന്തോഷം നിറയും. ഒക്കിനാവയിലെ മുതിർന്നവർ അവരുടെ ഇക്കിഗായ് പ്രവർത്തനങ്ങളിൽ ഫ്ലോ അനുഭവിക്കുന്നു. ഒരു വയോധികൻ തോട്ടം പരിപാലിക്കുമ്പോൾ, ഒരു കലാകാരൻ ചിത്രരചനയിലായിരിക്കും, ഒരു പാചകക്കാരൻ അടുക്കളയിലാകും. അവർക്കത് ജോലിയല്ല, അതവരുടെ ജീവിതമാണ്. ഫ്ലോ ഉണ്ടാകാനുള്ള 3 പ്രധാന വ്യവസ്ഥകൾ: വ്യക്തമായ ലക്ഷ്യം, നാം എന്തു ചെയ്യുകയാണ് എന്ന് വ്യക്തമായിരിക്കണം. അവ്യക്തത ഫ്ലോ നശിപ്പിക്കും. വെല്ലുവിളിയും കഴിവും തമ്മിലുള്ള സമതുലനം. ജോലി വളരെ എളുപ്പമായാൽ ബോറടിക്കും. അതിവിശ്രമമായാലും സമ്മർദ്ദമുണ്ടാകും. നമ്മുടെ കഴിവിനൊത്ത വെല്ലുവിളിയാണ് ഫ്ലോ സൃഷ്ടിക്കുന്നത്. ഉടനടിയുള്ള പ്രതികരണം അല്ലെങ്കിൽ ഫീഡ്ബാക്ക്. നമ്മൾ ശരിയായ ദിശയിലാണ് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതികരണം ഫ്ലോ നിലനിർത്തും. മൾട്ടി ടാസ്കിംഗ് എന്ന ഫ്ലോയുടെ ശത്രു.
ആധുനിക ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നത്തെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു: മൾട്ടി ടാസ്കിംഗ്. ഒരേ സമയം പല ജോലികൾ ചെയ്യുക. ഒരേ സമയം മൊബൈൽ, സോഷ്യൽ മീഡിയ, ജോലികൾ, ചിന്തകൾ, ഇവയൊക്കെ ഫ്ലോ നശിപ്പിക്കുന്നു. ഫ്ലോ ഉണ്ടാകാൻ ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ വേണം. ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കണം, അഥവാ ശ്രദ്ധ പോകാതിരിക്കണം. ആഴത്തിലുള്ള ശ്രദ്ധ വേണം, ഡീപ്പ് ഫോക്കസ്. ഇവയെല്ലാം അത്യാവശ്യമാണ്. ഫ്ലോ എന്നാൽ ധ്യാനത്തിന്റെ മറ്റൊരു രൂപമാണ്. ഫ്ലോ ഉണ്ടാകുമ്പോൾ ധ്യാനത്തിൽ എന്ന പോലെ മനസ്സ് ഇപ്പോഴത്തെ നിമിഷത്തിൽ കേന്ദ്രീകരിക്കും. ഭൂതകാലത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമുള്ള ചിന്തകൾ അകലും. ഫ്ലോ അവസ്ഥയിൽ ഞാൻ എന്ന ബോധം മങ്ങിപ്പോകും. പ്രവർത്തനം തന്നെ നമ്മളെ നയിക്കും. അതിനാൽ ആക്റ്റീവ് മെഡിറ്റേഷൻ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സ്മാൾ പ്രോഗ്രസ്, ലോങ് മാസ്റ്ററി. ചെറിയ പുരോഗതി, വലിയ കാലയളവിലെ മികവ്. ഒക്കിനാവയിലെ കൈത്തറി തൊഴിലാളികളും കലാകാരന്മാരും ഒരു ദിവസം വലിയ പുരോഗതി പ്രതീക്ഷിക്കുന്നില്ല. ദിവസേന ചെറിയ മെച്ചപ്പെടുത്തലിലാണ് ശ്രദ്ധിക്കുന്നത്. ജപ്പാനീസ് ആശയമായ കൈസൻ ഇവിടെ പരാമർശിക്കുന്നു. തുടർച്ചയായ ചെറിയ പുരോഗതിയാണത്. ഫ്ലോ എന്ന അവസ്ഥയിൽ പെർഫെക്ഷൻ വേണമെന്നില്ല. ആ പ്രോസസ് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ദീർഘകാല മികവിന്റെ രഹസ്യം. ഫ്ലോ സമയത്തെ ബഹുമാനിക്കുന്നു, അതിൽ മൂല്യം കാണുന്നു. സമയത്തോടുള്ള ജാപ്പനീസ് സമീപനം ഇങ്ങനെയാണ്: അവർ സമയം കൊല്ലുന്നില്ല, സമയം തിരക്കു പിടിച്ചതാക്കുന്നില്ല, സമയം ആസ്വദിക്കുന്നു. ഫ്ലോ ഉള്ള നിമിഷങ്ങൾ ജീവിതത്തിന്റെ ഏറ്റവും മൂല്യമുള്ള സമയമാണ്. അവിടെയാണ് ഇക്കിഗായ് ശക്തമാകുന്നത്. ആധുനിക ലോകത്ത് അമിത വേഗം, നിരന്തരമായ നോട്ടിഫിക്കേഷനുകൾ, കോൺസ്റ്റന്റ് കമ്പാരിസൺ, അതായത് തുടർച്ചയായ താരതമ്യം, ഇവയൊക്കെ ഫ്ലോ ഇല്ലാതാക്കുന്നു. ഫ്ലോ ഇല്ലാത്ത ജീവിതം വിശ്രമമില്ലാത്ത ജോലിക്കും അസംതൃപ്തിക്കും മനസ്സിനകത്തെ ശൂന്യതയ്ക്കും കാരണമാകുന്നു. സന്തോഷം ജോലി കഴിഞ്ഞു വരുന്നതല്ല, ജോലി ചെയ്യുന്ന നിമിഷത്തിലാണ് അത് ജനിക്കുന്നത്. ഫ്ലോ അനുഭവിക്കുന്ന മനുഷ്യൻ ജോലി കൊണ്ട് തളരുന്നില്ല, ജീവിതത്തോട് അകലം പുലർത്തുന്നില്ല, ഓരോ നിമിഷവും ജീവിക്കുന്നു. ഫ്ലോ തന്നെയാണ് ഇക്കിഗയെ ദിവസേനയുള്ള അനുഭവമാക്കുന്നത്. ഈ ഭാഗത്തിലെ പ്രധാന ആശയങ്ങൾ: ഫ്ലോ എന്നാൽ പൂർണ്ണമായ ശ്രദ്ധയും സന്തോഷവും ചേർന്നതാണ്. ഇക്കിഗായ് ഉണ്ടെങ്കിൽ ഫ്ലോ സ്വാഭാവികമായി വരും. മൾട്ടി ടാസ്കിംഗ് ഫ്ലോയെ നശിപ്പിക്കുന്നു. പ്രോസസ് ആസ്വദിച്ചാൽ മാസ്റ്ററി അല്ലെങ്കിൽ പ്രാവീണ്യം തനിയെ വരും. ഫ്ലോ ജീവിതത്തെ ഭാരമല്ല, അനുഭവമാക്കുന്നു.